ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ അൽഫോൻസാമയുടെ ഗബർഡപ്പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിലോട്ട് കയറി അവിടുന്ന് മറ്റൊരു റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വഴി ഒരു ബൈക്കുകാരൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ ബൈക്കിനായിട്ട് ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ അവരുടെ തൊട്ടടുത്ത് പോയി ഇങ്ങനെ ചവിട്ട് നിർത്തിയുണ്ടായി. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റായിരുന്നു. ഞാൻ അന്നേരം അവരോട് പറഞ്ഞു, ആ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ചേട്ടാ ആര്യ സോറി കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഏതായാലും ഒന്നും പറ്റി, ബൈക്കിനിട്ട് ഇടിച്ചായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, മകൻ്റെ കാലിനൊരു പൊട്ടലുണ്ടായിരുന്നു, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്ററൊക്കെ അയച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്, കാലിൻ്റെ തട്ടിയായിരുന്ന വീണ്ടും പണിയായേനെ എന്നിങ്ങനെ ചേട്ടൻ പറഞ്ഞു. ഏതായാലും ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഈശോ അനുഗ്രഹിച്ചു, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു, അച്ഛനാണോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛനൊന്നുമല്ല, ഞാൻ ചേട്ടനും മകന് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞ് ആ ചേട്ടൻ സന്തോഷത്തോടുകൂടി പോവുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഞാനവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ചേട്ടനോട് ഞാൻ ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ ചേട്ടനോട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ സംഭവിച്ചതെല്ലാം ഈശോയ്ക്ക് മഹത്വം കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഈശോ എന്നെ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പക്ഷെ എന്നാൽ മറ്റു പലരും, പ്രത്യേകിച്ച് ഈ ആത്മീയ മേഖലയിലുള്ളവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ട് വന്നു, അതിന് പകരമായിട്ട് പിശാച് ചിലപ്പോൾ എന്നെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കൊണ്ട് എത്തിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന വഴിക്ക് പോകുമ്പോൾ അവിടെ എത്തിക്കാതിരിക്കാൻ വേണ്ടി പിശാച് ഇങ്ങനെ ചെയ്തതായിരിക്കും എന്നൊക്കെ ഈ പിശാചിന് ഇങ്ങനെ മഹത്വം കൊടുത്ത് സംസാരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിശാച് ഏതെങ്കിലും ഒരു ആത്മാവിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോഴാണ് പിശാച് കാരണമാണ് എനിക്കിങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയത് എന്ന് പറയുമ്പോൾ പിശാചിന് ഭയങ്കര സന്തോഷമാവും. എന്നെ മഹത്വപ്പെടുത്തി ഒരുത്തനവിടെ സംസാരിച്ചല്ലോ എന്ന് ഓർത്ത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും നമുക്കിങ്ങനെ പ്രതിസന്ധികളോ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ആക്സിഡന്റ് പോലുള്ള ഇങ്ങനെയൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈശോയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോ എന്നെ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറയണം. അല്ലാതെ ഒരിക്കലും പിശാച് അത് ചെയ്തു, പിശാച് കാരണമാണല്ലോ ഇങ്ങനെ ചെയ്ത് ഒരിക്കലും കർത്താവിന് ഈശോയ്ക്ക് കൊടുക്കേണ്ട മഹത്വം ഒരിക്കലും പിശാചിന് ഒരിക്കലും കൊടുക്കരുത്. വചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എപ്പോഴും ഈശോയ്ക്ക് മഹത്വം കൊടുക്കുവാൻ, എപ്പോഴും ഈശോയെ പ്രഘോഷിക്കുവാൻ, എപ്പോഴും ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.